ഹായ് ഓൾ. PSC 20-ലധികം തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഇനിയും ആവർത്തിക്കാവുന്ന ചോദ്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എക്സാംസിൽ എന്തൊക്കെ ചേഞ്ച് വന്നു എന്ന് പറഞ്ഞാലും പ്രീവിയസ് ക്വസ്റ്റ്യൻ്റെ പ്രാധാന്യം നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് ക്ലാസ് മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. അദ്വൈത ദീപിക രചിച്ച നവോത്ഥാന നായകൻ ആര്? ശ്രീനാരായണ ഗുരു. അദ്വൈത ദീപിക രചിച്ച നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം. ശ്രീനാരായണ ഗുരുവിൻ്റെ ഏത് കൃതിയിലേതാണ് ഈ വരികൾ? ആത്മോപദേശ ശതകം. അവർണർക്കും വേദം പഠിക്കാമെന്ന് സ്ഥാപിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതി ഏത്? അവർണർക്കും വേദം പഠിക്കാം എന്ന് സ്ഥാപിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് വേദാധികാര നിരൂപണം. പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. പ്രാചീന മലയാളം രചിച്ചത് ചട്ടമ്പി സ്വാമികൾ. പാലിലടങ്ങിയിരിക്കുന്ന മാംസ്യമാണ് കേസിൻ. പാലിലടങ്ങിയിരിക്കുന്ന മാംസ്യം കേസിൻ. പാലിലടങ്ങിയിരിക്കുന്ന പഞ്ചസാരയാണ് ലാക്ടോസ്. പാലിലടങ്ങിയിരിക്കുന്ന പഞ്ചസാര ലാക്ടോസ്. കോപ്പറിന്റെ അയിര് മാലക്കൈറ്റ്. കോപ്പറിന്റെ അയിരാണ് മാലക്കൈറ്റ്. അലുമിനിയത്തിന്റെ അയിര് ബോക്സൈറ്റ്. അലുമിനിയത്തിന്റെ അയിര് ബോക്സൈറ്റ്. ഇരുമ്പിന്റെ അയിര് ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പൈറൈറ്റ്സ്. ഇരുമ്പിന്റെ അയിരാണ് ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പൈറൈറ്റ്സ്. കോപ്പറിന്റെ അയിര് മാലക്കൈറ്റ്. അലുമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്. പാലിലടങ്ങിയിരിക്കുന്ന മാംസ്യമാണ് കേസിൻ. പാലിലടങ്ങിയിരിക്കുന്ന പഞ്ചസാര ലാക്ടോസ്. പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമികൾ. അവർണർക്കും വേദം പഠിക്കാമെന്ന് സ്ഥാപിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് വേദാധികാര നിരൂപണം. ചട്ടമ്പി സ്വാമികളുടെ കൃതികളാണ് പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം. കാസ്റ്റിക് പൊട്ടാഷ് എന്ന പേരിൽ അറിയപ്പെടുന്നത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. കാസ്റ്റിക് പൊട്ടാഷ് എന്ന പേരിൽ അറിയപ്പെടുന്നത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. കാസ്റ്റിക് സോഡ എന്ന പേരിൽ അറിയപ്പെടുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. കാസ്റ്റിക് പൊട്ടാഷ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. സോഡിയം ഹൈഡ്രോക്സൈഡ് അറിയപ്പെടുന്നത് കാസ്റ്റിക് സോഡ എന്നാണ്. ഇന്ത്യയെയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖ റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യയെയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖയാണ് റാഡ്ക്ലിഫ്. ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്ന രേഖ പാക് കടലിടുക്ക്. ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്ന രേഖയാണ് പാക് കടലിടുക്ക്. ഇന്ത്യ, ചൈന എന്നിവയെ വേർതിരിക്കുന്ന രേഖ മക്മോഹൻ രേഖ. ഇന്ത്യ, ചൈന എന്നിവയെ വേർതിരിക്കുന്ന രേഖയാണ് മക്മോഹൻ രേഖ. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കി. റഷ്യയുടെ കായിക വിനോദം ചെസ് ആണ്. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദമാണ് ഹോക്കി. റഷ്യയുടെ കായിക വിനോദം ചെസ്. ഓസ്ട്രേലിയയുടെ കായിക വിനോദമാണ് ക്രിക്കറ്റ്. ഓസ്ട്രേലിയയുടെ കായിക വിനോദം ക്രിക്കറ്റ്. സ്പെയിൻ കാളപ്പോര്. സ്പെയിനിലെ കായിക വിനോദമാണ് കാളപ്പോര്. സാന്താൾ കലാപം നടന്ന വർഷം 1855. സാന്താൾ കലാപം നടന്ന വർഷം 1855. സാന്താൾ കലാപത്തിന്റെ നേതാക്കളാണ് സിദ്ധു ആൻഡ് കാനു. സിദ്ധു ആൻഡ് കാനു ആണ് സാന്താൾ കലാപത്തിന്റെ നേതാക്കൾ. 1855 രാജ്മഹൽ കുന്നുകളിലായിരുന്നു സാന്താൾ കലാപം നടന്നത്. ബംഗാൾ, ബീഹാർ, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലായി പരന്നു കിടക്കുന്ന രാജ്മഹൽ കുന്നുകളുടെ താഴ്വരകളിൽ ജീവിച്ചിരുന്ന ഗോത്ര ജനതയാണ് സാന്താൾ. 1857 വിപ്ലവത്തിൽ ഡൽഹിയിലെ കലാപ നേതാവ് ബഹദൂർ ഷാ സഫർ അല്ലെങ്കിൽ ബഹദൂർ ഷാ രണ്ടാമൻ. കാസ്റ്റിക് പൊട്ടാഷ് എന്ന പേരിൽ അറിയപ്പെടുന്നത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. കാസ്റ്റിക് സോഡ സോഡിയം ഹൈഡ്രോക്സൈഡ്. ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന രേഖയാണ് റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യ, ശ്രീലങ്ക പാക് കടലിടുക്ക്. ഇന്ത്യ, ചൈന മക്മോഹൻ രേഖ. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കി. റഷ്യയുടെ ചെസ്. ഓസ്ട്രേലിയയുടെ ക്രിക്കറ്റ്. സ്പെയിൻ കാളപ്പോര്. സാന്താൾ കലാപം നടന്നത് 1855 ബംഗാൾ, ബീഹാർ, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലായി പരന്നുകിടക്കുന്ന രാജ്മഹൽ കുന്നുകളുടെ താഴ്വരകളിൽ ജീവിച്ചിരുന്ന ഗോത്ര ജനതയാണ് സാന്താൾ.
സാന്താൾ കലാപത്തിലെ നേതാക്കൾ സിദ്ദു ആൻഡ് കാനു. 1857 വിപ്ലവത്തിൽ ഡൽഹിയിലെ കലാപ നേതാവാണ് ബഹദൂർ ഷാ രണ്ടാമൻ. ബീഹാറിൽ കലാപം നയിച്ചത് കൻവർ സിംഗ്. ദേശീയ ഉപഭോക്തൃ ദിനം ഡിസംബർ 24. ദേശീയ ഉപഭോക്തൃ ദിനമാണ് ഡിസംബർ 24. കാർഷിക വന ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്നതിനും ഉപയോഗിക്കുന്ന ചിഹ്നമാണ് അക്മാർക്ക്. കാർഷിക വന ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്നതിന് ഉപയോഗിക്കുന്ന ചിഹ്നം അക്മാർക്ക്. ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്രയാണ് റഗ്മാർക്ക്. ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്രയാണ് റഗ്മാർക്ക്. മറാത്ത സാമ്രാജ്യ സ്ഥാപകൻ ശിവജി. മറാത്ത സാമ്രാജ്യ സ്ഥാപകനാണ് ശിവജി. ശിവജി സ്വീകരിച്ച പേര് ഛത്രപതി ശിവജി. ശിവജിയെ ഭരണത്തിൽ സഹായിച്ചിരുന്ന സമിതിയാണ് അഷ്ടപ്രധാൻ. ശിവജിയെ ഭരണത്തിൽ സഹായിച്ചിരുന്ന സമിതിയാണ് അഷ്ടപ്രധാൻ. വിജയനഗര സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായ രാജാവാണ് കൃഷ്ണദേവരായർ. വിജയനഗര സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായ രാജാവാണ് കൃഷ്ണദേവരായർ. രാഷ്ട്രപതിയായി മത്സരിക്കാനുള്ള കുറഞ്ഞ പ്രായപരിധി 35 വയസ്സ്. രാഷ്ട്രപതിയായി മത്സരിക്കാനുള്ള കുറഞ്ഞ പ്രായപരിധിയാണ് 35 വയസ്സ്. ഉപരാഷ്ട്രപതിയായി മത്സരിക്കാൻ 35 വയസ്സ്. രാഷ്ട്രപതിയായും ഉപരാഷ്ട്രപതിയായും മത്സരിക്കാനുള്ള കുറഞ്ഞ പ്രായപരിധിയാണ് 35 വയസ്സ്. രാജ്യസഭയിൽ മത്സരിക്കാൻ 30 വയസ്സ്. ആനന്ദമഠം എന്ന നോവൽ രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ആനന്ദമഠം എന്ന നോവൽ രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. സന്യാസി കലാപമായിരുന്നു ആനന്ദമഠത്തിന്റെ പ്രമേയം. സന്യാസി കലാപമായിരുന്നു ആനന്ദമഠത്തിന്റെ പ്രമേയം. ചവിട്ട് നാടകം ആരുടെ സംഭാവനയാണ്? പോർച്ചുഗീസുകാരുടെ. പോർച്ചുഗീസുകാരുടെ സംഭാവനയാണ് ചവിട്ടു നാടകം. ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെട്ടിരുന്നത് മൗലികാവകാശങ്ങൾ. ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് മൗലികാവകാശങ്ങൾ. മഞ്ഞുകട്ടകൾ കൊണ്ട് വീട് നിർമ്മിച്ച് താമസിക്കുന്ന ഗോത്ര വിഭാഗങ്ങളാണ് ഇന്യൂട്ടുകൾ. മഞ്ഞുകട്ടകൾ കൊണ്ട് വീട് നിർമ്മിച്ച് താമസിക്കുന്ന ഗോത്ര വിഭാഗങ്ങൾ ഇന്യൂട്ടുകൾ. ജീവകം സി പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന ജീവകമാണ്. വൈറ്റമിൻ സി ആണ് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന വൈറ്റമിൻ. സ്കർവി രോഗം ഉണ്ടാകുന്നതിന് കാരണമായ ജീവകമാണ് വൈറ്റമിൻ സി. നാവികരുടെ പ്ലേഗിന് കാരണമാകുന്ന ജീവകം. ചൂടാക്കിയാൽ നഷ്ടമാകുന്ന ജീവകം. കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ ജീവകമാണ് വൈറ്റമിൻ സി. പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന ജീവകമാണ് വൈറ്റമിൻ സി. സ്കർവി രോഗം ഉണ്ടാകുന്നതിന് കാരണമാകുന്ന ജീവകം. നാവികരുടെ പ്ലേഗിന് കാരണമാകുന്ന ജീവകം. ചൂടാക്കിയാൽ നഷ്ടമാകുന്ന ജീവകം. കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ ജീവകവും വിറ്റാമിൻ സി ആണ്. വൈറ്റമിൻ കെ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് വിറ്റാമിൻ കെ. ഹീമോഫീലിയ രോഗത്തിന് കാരണമായിട്ടുള്ള ജീവകം വൈറ്റമിൻ കെ ആണ്. ലോക ഹീമോഫീലിയ ദിനമാണ് ഏപ്രിൽ 17. കുടലിലെ ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകമാണ് വൈറ്റമിൻ കെ. കുടലിലെ ബാക്ടീരിയ നിർമ്മിക്കുന്ന ജീവകം കെ. തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകമാണ് ജീവകം കെ. കരളിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം. കെയുടെ ശാസ്ത്രീയ നാമമാണ് ഫില്ലോക്യുനോൺ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം. ഹീമോഫീലിയ രോഗത്തിന് കാരണമായിട്ടുള്ള ജീവകം. ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17. കുടലിലെ ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകം. തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം. കരളിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം വൈറ്റമിൻ കെ. വൈറ്റമിൻ കെയുടെ ശാസ്ത്രീയ നാമമാണ് ഫില്ലോക്യുനോൺ. അരുണരക്താണുക്കൾ രക്തത്തിൽ വാതക വിനിമയത്തിന് സഹായിക്കുന്ന ഘടകമാണ് അരുണരക്താണുക്കൾ. ഏറ്റവും കൂടുതൽ കാലം ആയുസ്സുള്ള രക്തകോശമാണ് അരുണരക്താണുക്കൾ. ന്യൂക്ലിയസ് ഇല്ലാത്ത രക്തകോശം. അരുണരക്താണുവിന് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ. അരുണരക്താണുക്കൾ രക്തത്തിൽ വാതക വിനിമയത്തിന് സഹായിക്കുന്ന ഘടകമാണ്. ഏറ്റവും കൂടുതൽ കാലം ആയുസ്സുള്ള രക്തകോശമാണ് ന്യൂക്ലിയസ് ഇല്ലാത്ത രക്തകോശം എന്നും അരുണരക്താണുക്കൾ അറിയപ്പെടുന്നു. അരുണരക്താണുവിന് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ.
ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് ഇരുമ്പ്. ഹീമോഗ്ലോബിൻ ഏറ്റവും കൂടുതൽ ആകർഷിക്കപ്പെടുന്ന വാതകമാണ് കാർബൺ മോണോക്സൈഡ്. എറിത്രോസൈറ്റുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഓക്സിജനെ ആഗിരണം ചെയ്യുന്ന രക്തഘടകമാണ്. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് ഇരുമ്പ്. ഹീമോഗ്ലോബിൻ ഏറ്റവും കൂടുതൽ ആകർഷിക്കപ്പെടുന്ന വാതകം കാർബൺ മോണോക്സൈഡ്. എറിത്രോസൈറ്റുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഹീമോഗ്ലോബിൻ ആണ്. ഓക്സിജനെ ആഗിരണം ചെയ്യുന്ന രക്തഘടകമാണ് ഹീമോഗ്ലോബിൻ. രോഗത്തെക്കുറിച്ചുള്ള പഠനം പാത്തോളജി. രോഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് പാത്തോളജി. പകരാത്ത രോഗങ്ങൾക്ക് ഉദാഹരണമാണ് ജീവിതശൈലി രോഗം, പാരമ്പര്യ രോഗം, അപര്യാപ്തത രോഗം, തൊഴിൽജന്യ രോഗം, ജീവിതശൈലി രോഗങ്ങൾ. പകരാത്ത രോഗങ്ങൾക്ക് ഉദാഹരണമാണ് ജീവിതശൈലി രോഗങ്ങൾ, പാരമ്പര്യ രോഗങ്ങൾ, അപര്യാപ്തത രോഗങ്ങൾ, തൊഴിൽജന്യ രോഗങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ എന്നിവ. വയറിളക്കം, ഛർദി തുടങ്ങിയ രോഗങ്ങൾക്ക് നൽകുന്ന മരുന്നാണ് ORS. ORS എന്നാൽ ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ. ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം തമിഴ്നാട്. കേരളത്തിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്ത ജില്ലയാണ് പത്തനംതിട്ട ജില്ല. ലോക എയ്ഡ്സ് ദിനം ഡിസംബർ 1. ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത് തമിഴ്നാട്ടിലും കേരളത്തിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത് പത്തനംതിട്ട ജില്ലയിലുമാണ്. ലോക എയ്ഡ്സ് ദിനം ഡിസംബർ 1. ഡെങ്കിപ്പനി, ആൽഫ വൈറസ്, ആർഗോ വൈറസ്, IgM വൈറസ്. ഡെങ്കിപ്പനിയുടെ രോഗകാരികളാണ് ആൽഫ വൈറസ്, ആർഗോ വൈറസ്, IgM വൈറസ് എന്നിവ. ചിക്കൻ ബോക്സ്, വാരിസെല്ല വൈറസ്, വാരിയോള വൈറസ്. ചിക്കൻ ബോക്സ് പരത്തുന്നത് വാരിസെല്ല അല്ലെങ്കിൽ വാരിയോള വൈറസ്. പക്ഷിപ്പനി H5N1. പക്ഷിപ്പനി H5N1. ലൈംഗിക സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ് ഗൊണേറിയ, സിഫിലസ്, എയ്ഡ്സ്. ലൈംഗിക സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഗൊണേറിയ, സിഫിലിസ്, എയ്ഡ്സ്. ജന്തുക്കളിലൂടെ പകരുന്നവയാണ് പേവിഷബാധ, ആന്ത്രാക്സ് എന്നിവ. ജന്തുക്കളിലൂടെ പകരുന്ന രോഗങ്ങളാണ് പേവിഷബാധ, ആന്ത്രാക്സ്. മുറിവിലൂടെ പകരുന്ന രോഗമാണ് ടെറ്റനസ്. മുറിവിലൂടെ പകരുന്ന രോഗം ടെറ്റനസ്. പഴകിയ ഭക്ഷണത്തിലൂടെ പകരുന്ന രോഗമാണ് ബോട്ടുലിസം. പഴകിയ ഭക്ഷണത്തിലൂടെ പകരുന്ന രോഗം ബോട്ടുലിസം. കേരളത്തിന്റെ ഭൂപ്രകൃതി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭൂവിഭാഗം മലനാടാണ്. കേരളത്തിലെ ആകെ വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് മലനാട്? 48%. മലനാട് 48%. പശ്ചിമഘട്ടത്തിന് ഭാഗമായി വരുന്ന കേരളത്തിലെ ഭൂവിഭാഗമാണ് മലനാട്. കേരളത്തിന്റെ കിഴക്ക് വശത്തായി കാണപ്പെടുന്ന ഭൂവിഭാഗം മലനാട്. ചാകര എന്ന പ്രതിഭാസം കാണപ്പെടുന്ന കടലാണ് അറബിക്കടൽ. ചാകരയ്ക്ക് പ്രശസ്തമായ പുറക്കാട് കടപ്പുറം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. പ്രമുഖ മത്സ്യബന്ധന കേന്ദ്രമായ നീണ്ടകര സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ല. ഇൻഡോ നോർവീജിയൻ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മത്സ്യബന്ധന കേന്ദ്രമാണ് നീണ്ടകര. കേരളത്തിലെ കോൾ നിലങ്ങളാണ് തൃശൂർ, മലപ്പുറം എന്നിവ. കേരളത്തിന്റെ കിഴക്കുവശത്തായി കാണപ്പെടുന്ന ഭൂവിഭാഗമാണ് മലനാട്. ചാകര എന്ന പ്രതിഭാസം കാണപ്പെടുന്ന കടൽ അറബിക്കടൽ. ചാകരയ്ക്ക് പ്രസിദ്ധമായ പുറക്കാട് കടപ്പുറം ആലപ്പുഴ ജില്ലയിലാണ്. പ്രമുഖ മത്സ്യബന്ധന കേന്ദ്രമായ നീണ്ടകര സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ല. ഇൻഡോ നോർവീജിയൻ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രമാണ് നീണ്ടകര. കേരളത്തിലെ കോൾ നിലങ്ങൾ തൃശൂരും മലപ്പുറവും. പൊക്കാളി കൃഷി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നെല്ല്. പൊക്കാളി കൃഷി നെല്ലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇടനാട്. കേരളത്തിന്റെ ആകെ വിസ്തൃതിയുടെ 42% ഭാഗത്തായാണ് ഇടനാട് കാണപ്പെടുന്നത്. മലനാടിനും തീരപ്രദേശത്തിനുമിടയിൽ കാണപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ഇടനാട്. ഇടനാട്ടിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണ്. ഇടനാട്ടിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം ലാറ്ററൈറ്റ് മണ്ണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനവും ലാറ്ററൈറ്റ് മണ്ണാണ്. ഉഷ്ണമേഖലാ മൺസൂൺ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണ്. ഉഷ്ണമേഖല മൺസൂൺ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണിനം ലാറ്ററൈറ്റ് മണ്ണ്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കേരളത്തിലെ ആദ്യ ബയോളജിക്കൽ പൈതൃക സ്മാരകമായി പ്രഖ്യാപിച്ചത് അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് കുന്നാണ്.
ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കേരളത്തിലെ ആദ്യ ബയോളജിക്കൽ പൈതൃക സ്മാരകമായി പ്രഖ്യാപിച്ചത് അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് കുന്ന്. ഇടനാട്ടിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളകളാണ് മരച്ചീനി, റബ്ബർ, കുരുമുളക്, നെല്ല്, അടയ്ക്ക എന്നിവ. ഇടനാട്ടിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളകളാണ് മരച്ചീനി, റബ്ബർ, കുരുമുളക്, നെല്ല്, അടയ്ക്ക. കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ 10% തീരപ്രദേശം. കേരളത്തിൽ കടൽത്തീരമുള്ള ജില്ലകളുടെ എണ്ണം 9 ആണ്. കേരളത്തിൽ കടൽത്തീരമില്ലാത്ത ജില്ലകളുടെ എണ്ണം 5. കേരളത്തിൽ കടൽത്തീരം ഇല്ലാത്ത ജില്ലകളാണ് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട് എന്നിവ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ലയാണ് അഗസ്ത്യാർകൂടം. അഗസ്ത്യാർകൂടത്തിന്റെ ഉയരം 1868 മീറ്ററാണ്. പശ്ചിമഘട്ടത്തിലെ തെക്കേ അറ്റം സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് അഗസ്ത്യാർകൂടം. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് എന്നറിയപ്പെടുന്നത് അഗസ്ത്യാർകൂടമാണ്. യുനെസ്കോയുടെ ലോക ജൈവ മണ്ഡല ശൃംഖലയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ ജൈവ മേഖലയാണ് അഗസ്ത്യാർകൂടം. 1868 മീറ്ററാണ് അഗസ്ത്യാർകൂടത്തിന്റെ ഉയരം. പശ്ചിമഘട്ടത്തിലെ തെക്കേ അറ്റം സ്ഥിതി ചെയ്യുന്ന മലനിര ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക്, യുനെസ്കോയുടെ ലോക ജൈവ മണ്ഡല ശൃംഖലയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ ജൈവ മേഖല എന്നറിയപ്പെടുന്നു. സംരക്ഷിത ജൈവമണ്ഡല പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ 10ാമത്തെ ജൈവമണ്ഡലമാണ് അഗസ്ത്യാർകൂടം. അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്നത് നെടുമങ്ങാട് താലൂക്കിലാണ്. തിരുവനന്തപുരത്തെ നെടുമങ്ങാട് താലൂക്കിലാണ് അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ കടൽത്തീരമില്ലാത്ത ഏക മുനിസിപ്പൽ കോർപ്പറേഷനാണ് തൃശൂർ. കേരളത്തിൽ കടൽത്തീരമില്ലാത്ത ഏക മുനിസിപ്പൽ കോർപ്പറേഷൻ തൃശൂർ. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള താലൂക്കാണ് ചേർത്തല. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള താലൂക്ക് ചേർത്തല. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ചാണ് മുഴുപ്പിലങ്ങാടി ബീച്ച്, കണ്ണൂർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ചാണ് മുഴുപ്പിലങ്ങാടി ബീച്ച്. കേരളത്തിലെ ഏക ഡ്രൈവിംഗ് ബീച്ചും മുഴുപ്പിലങ്ങാടി തന്നെ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച്, ഏക ഡ്രൈവിംഗ് ബീച്ച് എന്ന പേരിൽ അറിയപ്പെടുന്നത് മുഴുപ്പിലങ്ങാടി ബീച്ച്. കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ചാണ് ആലപ്പുഴ. കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച് ആലപ്പുഴ. താമരശ്ശേരി ചുരത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആദിവാസിയാണ് കരിന്തണ്ടൻ. താമരശ്ശേരി ചുരത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആദിവാസി കരിന്തണ്ടൻ. കേരളത്തിലെ ഏറ്റവും തെക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ചുരമാണ് ആലുവാമൊഴി ചുരം. ആര്യങ്കാവ് ചുരം ബന്ധിപ്പിക്കുന്നത് പുനലൂര് മുതൽ ചെങ്കോട്ട വരെയാണ്. ആര്യങ്കാവ് ചുരം പുനലൂർ ടു ചെങ്കോട്ട. ആര്യങ്കാവ് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലമാണ്. ആര്യങ്കാവ് ചുരം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയ പാതയാണ് NH 744. ആര്യങ്കാട് ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയ പാതയാണ് NH 444. ബോഡിനായ്ക്കന്നൂർ ചുരം ബന്ധിപ്പിക്കുന്നത് ഇടുക്കിയെയും മധുരയെയും തമ്മിലാണ്. ഇടുക്കിയെയും മധുരയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ബോഡിനായ്ക്കന്നൂർ ചുരം. ഹിമാലയത്തിന്റെ തെക്ക് കാണപ്പെടുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ഏത് ദേശീയോദ്യാനത്തിന്റെ ഭാഗമാണ് ആനമുടി? ഇരവികുളം. ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ ഭാഗമാണ് ആനമുടി. ആനമുടി സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് മൂന്നാർ പഞ്ചായത്ത്. ആനമുടി സ്ഥിതി ചെയ്യുന്നത് മൂന്നാർ പഞ്ചായത്ത്. ആനമല, പളനിമല, ഏലമല എന്നിവയുടെ സംഗമ സ്ഥാനത്ത് കാണപ്പെടുന്നത് ആനമുടിയാണ്. ആനമല, ഏലമല, പളനിമല എന്നിവയുടെ സംഗമ സ്ഥാനത്ത് കാണപ്പെടുന്നു. ആനമുടിക്ക് വടക്ക് സ്ഥിതി ചെയ്യുന്നത് ആനമലയാണ്. ആനമുടിക്ക് വടക്ക് ആനമല. ആനമുടിക്ക് തെക്ക് സ്ഥിതി ചെയ്യുന്നത് ഏലമലയാണ്. ആനമുടിയുടെ വടക്ക് സ്ഥിതി ചെയ്യുന്നത് പളനിമലയാണ്. ആനമലയുടെ വടക്കു ഭാഗത്തായി കാണപ്പെടുന്ന സുഖവാസ കേന്ദ്രമാണ് നീലഗിരി. കേരളത്തിലെ വടക്ക് കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടകം. ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ് അറബിക്കടൽ? ഇന്ത്യൻ മഹാസമുദ്രം. മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ലകളുടെ എണ്ണം 3 ആണ്. ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്. തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിൽ ഏക ജില്ല വയനാട്, സുൽത്താൻ ബത്തേരി. സമുദ്ര അതിർത്തി ഇല്ലാതെയും മറ്റു സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത
കേരളത്തിലെ ജില്ലകളാൽ മാത്രം ചുറ്റപ്പെട്ട ജില്ലയാണ് കോട്ടയം. കേരളത്തിലെ മറ്റു ജില്ലകളാൽ മാത്രം ചുറ്റപ്പെട്ട ജില്ല കോട്ടയം.